ഗിരിയേട്ടൻ ഞാൻ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയതാണെങ്കിൽ തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോന്ന്? ഞാൻ ആരുടെ കൂടെ പോയാലും തന്നെ അതൊന്നും ബാധിക്കില്ലല്ലോ. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാലയളവ് വെറും 6 മാസം വരെയുള്ളൂ. മനസ്സിലായോ? അവളത് പറഞ്ഞതും അവന്റെ മുഖം കോപത്താൽ ചുവന്നു. മുഷ്ടി ചുരുട്ടി. അവൻ സ്വയം തന്റെ ദേഷ്യം നിയന്ത്രിക്കുന്നത് കണ്ടപ്പോൾ അവൾ അല്പമൊന്ന് ഭയന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നെത്തി ഇരിച്ചുമലിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ മിഴികളിലേക്ക് തീക്ഷ്ണമായി നോക്കി. ഈ പറഞ്ഞ 6 മാസം ഉണ്ടല്ലോ, അതുവരെ നീ എൻ്റെ ഭാര്യയാണ്. അതുവരെ നിന്നിൽ എനിക്ക് മാത്രം അവകാശമുള്ളൂ. എനിക്ക് മാത്രം, എൻ്റെ മാത്രം. മനസ്സിലായോ? ഗോവിന്ദ്, ഇതൊരു പുതുവഴിയാണ്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് വിചാരിക്കും നമ്മൾ തമ്മിൽ മുടിഞ്ഞ റൊമാൻസ് ആണെന്ന്. അവൾ അത് പറഞ്ഞതും അവളിലുള്ള അവന്റെ പിടുത്തമയഞ്ഞു. കൈയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ മുൻപിൽ നടന്നു. ഇയാളെന്താ വല്ല ഇരുമ്പും കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊരു വേദന! കണ്ട ഷാരൂഖ് ഖാനും സ്വഭാവം അമരീഷ് പുരിയുടെയും. അവൾ കൈ തിരുമ്മിക്കൊണ്ട് അവന്റെ പിന്നാലെ നടന്നു. ഇരുവരും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. എന്താ മക്കളെ വൈകിയത്? അവരെ കാത്തിരുന്ന സിന്ധു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതമ്മേ, കുറച്ചേരം അവിടെ ഇരുന്നു. അതാ. ഗോവിന്ദന്റെ മറുപടി കേട്ട് ഗീത കണ്ണുകൾ മിഴിച്ചവനെ നോക്കി. രണ്ടുപേരും പോയി വസ്ത്രങ്ങളൊക്കെ മാറിവാ, ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. ബാമ എന്തിയമ്മേ? അവൾ ട്യൂഷന് പോയി. ഗോവിന്ദ അപ്പത്തിന് റൂമിലേക്ക് പോയിരുന്നു. ഗീതയും റൂമിലേക്ക് നടന്നു. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്നതും അവൾ അയ്യേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണുകൾ പൊത്തി. ഒരു ബോക്സർ മാത്രം ധരിച്ചുകൊണ്ടാണ് അവന്റെ നിൽപ്പ്. ഇയാൾക്ക് നാണോ മാനോ ഇല്ലേ? ഡോ, തുണി എടുക്കും, ഇല്ലെങ്കിൽ നാണില്ലാത്ത മനുഷ്യൻ. ഗീത വേഗം താഴെ കിടന്ന മുണ്ടെടുത്തുകൊണ്ട് അവന്റെ നേരെ വന്നു. അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയാൻ അവൻ ആകാംക്ഷയേറി. അത് കണ്ട് തന്നെ അവൻ ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവളുടെ ചെയ്തികളെ വീക്ഷിച്ചു. ഗീത മുണ്ടെടുത്ത് ഒന്ന് വട്ടം കറക്കി അവനെ ചുറ്റിപ്പിടിക്കാൻ തുടങ്ങിയതും അവൻ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. വിടന്നെ! അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതറി. നീയായിട്ട് എൻ്റെ അടുത്ത് വന്നതല്ലേ, ഒന്നും തരാതെ വിടുന്ന എങ്ങനെ? എന്ത് തരാൻ? അവൻ കയ്യിലിരുന്ന പേപ്പർ ഉയർത്തി കാണിച്ചു. ഒപ്പം അവളെ ചുറ്റിയിരുന്ന അവന്റെ കൈകളും അയഞ്ഞു വന്നു. മ്യൂച്വൽ ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷനാണ്, നീ ഇതിൽ സൈൻ ചെയ്യണം. പെട്ടെന്ന് തന്നെ അവളുടെ മിഴികൾ നിറഞ്ഞു. ഒരു കടുകുമണിയുടെ അത്രയും പോലും ഗോവിന്ദ് തന്നെ സ്നേഹിക്കുന്നില്ലെന്നോർത്തപ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ നേറി. അവനില്ലാത്ത സ്നേഹം തനിക്കെന്തിനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോൾ തനിക്ക് സൈൻ ചെയ്യാനായി പേനയും കൊണ്ട് വരുന്നവനെ കണ്ടു. അവളുടെ മുഖം കുറച്ചുകൂടി ദൃഢമായി. അവന്റെ കയ്യിൽ നിന്നും ആ പേന തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്തു. നാളെ രാവിലെ ഇറങ്ങണം, അമ്മ വിളിച്ചിരുന്നു. അവൾ അതിന് മറുപടി ഒന്നും പറയാതെ വാതിൽ ചാരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അത്താഴം കഴിക്കുമ്പോഴും അവൾ അവനെ ശ്രദ്ധിച്ചതേയില്ല. നാളെ ഉറപ്പായും അവൻ ആ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ മുഖം മ്ലാനമായിരിക്കുന്നത് സിന്ധുവും കണ്ടിരുന്നു. എന്തു പറ്റി മോളെ? അമ്പലത്തിൽ പോയി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്താ നിനക്ക്? ആ ചോദ്യം കേട്ടതും ഗോവിന്ദ് അവളെ മുഖമുയർത്തി നോക്കി. അതമ്മ, നിങ്ങളെ വിട്ടു പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. അവൾ പാതി വഴിയിൽ നിർത്തി. സിന്ധു അവളെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു. അതാണോ കാര്യം? ഞാൻ വെറുതെ പേടിച്ചു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ. പിന്നെന്താ? നീ സങ്കടപ്പെട്ട എനിക്കും സങ്കടം വരും. സിദ്ധു അത് പറഞ്ഞപ്പോൾ ഗീത ചിരിക്കാൻ ശ്രമിച്ചു. മറ്റൊരു വലിയ പ്രശ്നം അവൾ നേരിടേണ്ടി വന്നത് കിടക്കാൻ നേരത്തായിരുന്നു. അവിടുത്തെ പോലെയല്ല, കട്ടിൽ ചെറുതാണ്. പിന്നെ താഴെ കിടക്കാൻ മടിയില്ലാത്തത് കൊണ്ട് താഴെ കിടക്കാം. അതാണല്ലോ അവൾക്ക് ശീലം. പക്ഷെ പാഴമ്മയുടെ മുറിയിലാണ്. അത് പോയി എടുത്ത അമ്മ കരുതും ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലെന്ന്. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഷീറ്റ് വിരിച്ച് തറയിൽ കിടക്കാം. ഇന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അതുപോലെ കിടക്കുകയും ചെയ്തു. ഗോവിന്ദ് അവളൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. അവൻ ഉറക്കം പിടിച്ചിരുന്നു. ശരീരത്തിലെന്തോ ഇഴയുന്നത് പോലെ തോന്നിയാണ് അവൾ കണ്ണുകൾ തുറന്നത്. നോക്കുമ്പോൾ ഒരു എലി. അതവിടെയും ഇവിടെയുമെല്ലാം മൂടിക്കളിക്കുകയാണ്. മുൻപെങ്ങും ഇതിനിവിടെ കണ്ടിട്ടില്ലല്ലോ. അവൾക്കാണെങ്കിൽ ഈ വക ജന്തുക്കളെ പണ്ട് പേടിയാണ്. അവൾ ഒറ്റച്ചാട്ടത്തിന് കട്ടിൽ മീതെ കയറി. ഗോവിന്ദ്, ഗോവിന്ദ്! അവൾ ശബ്ദം താഴ്ത്തി അവനെ വിളിച്ചു. ഒരു എലി! ഗോവിന്ദ്! അവളുടെ അടുത്ത വിളിയിൽ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഇരു കൈകളും കൊണ്ട് വരിഞ്ഞു മുറുകി അവൻ തിരിഞ്ഞു കിടന്നു. അപ്രതീക്ഷിതമായ അവന്റെ നീക്കത്തിൽ പകച്ചു പോയെങ്കിലും അവൾ പുഞ്ചിരിയോടെ
അവനിരികെ പുണർന്നു. കാരണം ഗോവിന്ദ് അവളുടെ പ്രണയമാണ്. ആദ്യ പ്രണയം. ഈ പറഞ്ഞ 6 മാസം ഉണ്ടല്ലോ, അതുവരെ നീ എൻ്റെ ഭാര്യയാണ്. അതുവരെ നിന്നിൽ എനിക്ക് മാത്രം അവകാശമുള്ളൂ. എനിക്ക് മാത്രം, എൻ്റെ മാത്രം. മനസ്സിലായോ? എനിക്ക് മാത്രം, എൻ്റെ മാത്രം. അവളുടെ മനസ്സ് ആ 2 വാക്കുകൾ മാത്രം കുടുങ്ങിക്കിടക്കുന്നു. കണ്ണുകൾ നിറയുന്നത് അവനോടുള്ള പ്രണയത്താലാണ്. വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത പ്രണയം. ക്ലീൻ ഷേവ് ചെയ്ത അവൻ്റെ മുഖത്തുകൂടെ അവളുടെ വിരലുകൾ ഒഴുകി നടന്നു. അവനെ ഒന്ന് ചുംബിക്കണമെന്ന് അവൾക്ക് തോന്നി. കിടന്ന കിടപ്പിൽ തന്നെ ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ ഒരു നനുത്ത മുത്തം കൊടുത്തു. പിന്നെയും മതിവരാതെ അടഞ്ഞ കൺപോളുകൾ മുകളിലും കവിളികളുമെല്ലാം ഉമ്മകൾ കൊണ്ട് മൂടി. അവനൊന്ന് അനങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് ഒതുങ്ങിക്കൂടി. എനിക്കെന്ത് ഇഷ്ടമായിരുന്നറിയോ ഗോവിന്ദ് നിങ്ങളെ, നിങ്ങളുടെ ദേഷ്യത്തെ. എൻ്റെ മാത്രം, എനിക്ക് മാത്രം. ആ വാചകങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ട് അവൾ മെല്ലെ നിദ്രയെ പുലുകി. ശരീരത്തിന് എന്തോ വലിയ ഭാരം തോന്നിയപ്പോഴാണ് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നത്. തലയോർത്തി നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുകയാണ് ഗീത. ഒരു കൈ കൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ കയറി കിടന്നാവോ? തെല്ലുറക്കെ അവനൊന്ന് പറഞ്ഞതും കൺപോളുകൾ മുകളിലായി ചെറിയൊരു ചലനം അവൻ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അവളുടെ ഉറക്കത്തിന് ഭംഗം വരാതെ തൻ്റെ ദേഹത്ത് നിന്നും അവൾ അടർത്തി മാറ്റി. ജിമ്മിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് അല്പദൂരം നടക്കാമെന്നവൻ കരുതി. ഏകദേശം 1/2 മണിക്കൂർ നടന്നു. തിരികെ വന്നപ്പോൾ സിന്ധു അവന് വേണ്ടി കാപ്പി എത്തിക്കൊണ്ടുവരുന്നു. ഗീത എഴുന്നേറ്റാവും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സിന്ധു വെപ്രാളത്തോടെ മുറിയിലേക്ക് നടന്നതും അവരെ വിലക്കിക്കൊണ്ട് പിന്നിൽ നിന്നും അവൻ്റെ വിളിയോർന്നിരുന്നു. അമ്മേ, അവൾ ഉറങ്ങിക്കോട്ടെ, സമയം 6 ആകുന്നതേ ഉള്ളൂ. ചിത്ര രാവിലെ വിളിച്ചിരുന്നു. രണ്ടാളെ അധികം താമസിക്കാതെ തന്നെ തിരികെ വീഴണമെന്ന് പറയാൻ. കുറച്ച് സമയം കഴിയട്ടെ. അവൻ കോഫി മെല്ലെ ചുണ്ടുകളിലേക്ക് മുട്ടിച്ചു. മനോഹരമായൊരു സ്വപ്നത്തിലായിരുന്നു ഗീത. അവൾ ചിരിയോട് മിഴികൾ ചിമ്മി തുറന്നു. ഈശ്വര, എന്തൊക്കെയാ സ്വപ്നം കാണുന്നേ? അവളുടെ സ്വപ്നത്തിൽ അവൻ വന്നവൾ ഇറങ്ങി പുണർന്നു വന്നു. അവളുടെ ചൊടികളിൽ ചുംബിച്ചു വന്നു. പിന്നെ എനിക്ക് ഓർക്കാൻ വയ്യ. അവളുടെ മുഖം നാണത്താൽ വിടർന്നു നിന്നു. അവൾ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ മുട്ടുകളിലേക്ക് ഇരുകൈയും ചുറ്റിപ്പിടിച്ചു. അതേസമയം തന്നെയാണ് ഗോവിന്ദ് കുളി കഴിഞ്ഞിറങ്ങിയത്. ബെഡിൽ ചാരിയിരിക്കുന്ന ഗീതയെ കണ്ടതും അവൻ്റെ മുഖം ചുളിഞ്ഞു. ഡി, അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. 10 മിനിറ്റ് സമയം തരാം, പോയി കുളിക്കോ നനയ്ക്കോ എന്താന്ന് വെച്ച ചെയ്യും. അതിനുള്ളിൽ ഒരുങ്ങി വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും, കേട്ടല്ലോ? കാലൻ പറഞ്ഞ പോലെ ചെയ്യും. തന്നെയുമല്ല, ആൻറ്റി പറഞ്ഞിരുന്നു ഇന്നു മുതൽ ജോലിക്ക് പോകുന്ന കാര്യം. ഇതുവരെ ഗോവിന്ദിനോട് സൂചിപ്പിച്ചിട്ട് കൂടിയില്ല. എന്നെ അവിടെ കാണുമ്പോൾ എന്തായിരിക്കും ഗോവിന്ദിന്റെ റെസ്പോൺസ്? അങ്ങയുടെ സ്വഭാവം വെച്ച് എന്നെ ചുരുട്ടിക്കുട്ടി മൂടിക്കിടന്നുള്ള ചാൻസ് കാണുന്നുണ്ട്. അവൾ തോർത്തും എടുത്തുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറി. വളരെ പെട്ടെന്ന് തന്നെ പല്ലുതേപ്പും കുളിയുമെല്ലാം കഴിഞ്ഞു. തോർത്തെടുത്തപ്പോഴാണ് അതിൻ്റെ കൂടെ ചുരുട്ടി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെയും നിലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് വീണത്. അയ്യോ! ഗീത തലയിൽ വെച്ച് നിന്നു. അവളതെല്ലാം പെറുക്കിയെടുത്ത് ഹാങ്കറിൽ തന്നെ ഇട്ടു. ഇനി ഇത് ഇടാൻ കൊള്ളില്ല, മുഴുവൻ നനഞ്ഞു. വസ്ത്രങ്ങൾ എടുക്കണമെങ്കിൽ ഇനി റൂമിലേക്ക് പോണം. അവിടെ ഗോവിന്ദുണ്ടെങ്കിൽ. അവൾ ബാത്റൂമിന്റെ വാതിൽ മെല്ലെ തുറന്നു. ഡോറിന് നേരെ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. വാതിൽ തുറന്ന് കിടക്കുകയാണ്. ഷോ, ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ടർക്കി എടുത്താൽ മതിയായിരുന്നു. അതിനാണെങ്കിൽ കുറച്ചുകൂടി ഇറക്കവും കട്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നിന്ന് അങ്ങനെ എന്നെ ഇട്ടച്ചു പോവുകയും ചെയ്യും. എന്തായാലും റൂമിന്റെ വാതിൽ അടച്ചേക്കാം. ഗീത തോർത്ത് വട്ടത്തിൽ ചുറ്റി. ഷോ, എന്തൊരു കഷ്ട. ഇതിലും ഭേദം ഒന്നിടാതെ ഇറങ്ങുന്നതാ. എല്ലാം കാണാം. തോർത്തിന്റെ അറ്റം ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. വാതിൽ നേരെ ഓടി. വാതിൽ ലോക്ക് ചെയ്തു. അതിൽ ചാരി ഒന്ന് നിന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നേരെ നോക്കുമ്പോഴാണ് ഷർട്ടിടാൻ ഒരുങ്ങുന്ന അവനെ കണ്ടത്. അവൾ നോക്കിയ അതേ സമയത്താണ് അവനെ നോക്കിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവനെ മിഴിച്ചു നോക്കി. കുളി കഴിഞ്ഞു വന്നത് അവൾ. സോപ്പിന്റെയും ഷാമ്പുവിന്റെയും സമ്മിശ്രഗന്ധം അവിടെല്ലാം പരന്നു. അവന്റെ കണ്ണുകൾ അവളുടെ വിറക്കൊള്ളുന്ന അതിരങ്ങളിൽ നിന്നും തുടങ്ങി താഴേക്ക് ചലിച്ചു. സുതാര്യമായ തോർത്തിനുള്ളിലൂടെ ദ്രുതഗതിയിൽ ഉയർന്നു പൊങ്ങുന്ന മാറിടം. വെള്ളത്തുള്ളികൾ ഒന്നാകെ ചേർന്നൊഴുകി ആ നീണ്ട വിടവിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുകയാണ്. മിഴികളുടെ ചലനം വീണ്ടും താഴേക്ക് പതിച്ചു. ഗീത അനക്കമറ്റു നിൽക്കുകയാണ്. എങ്ങുമെത്താത്ത ഒരു തോർത്ത് മാത്രം ഉടുത്തുകൊണ്ട് വിറച്ചു നിൽക്കുന്നവളെ കണ്ടതും
അവന്റെ നെഞ്ചിടിപ്പ് ക്രമീതമായി വർദ്ധിച്ചു. ഓടിച്ചെന്ന മറുകൂടി പറിച്ചെറിയാൻ അവന് തോന്നി. മുൻപൊരിക്കൽ കണ്ടതാണ് അവളുടെ നഗ്നത. അന്ന് അവൾ ബോധം നശിച്ചു കിടക്കുന്ന സമയത്ത്. പക്ഷെ അന്നൊന്നും തോന്നാത്തൊരു വികാരം ഇന്ന് അവനെ പൊതിഞ്ഞു. കയ്യിലിരുന്ന ഷർട്ട് അവൻ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നെത്തി. ഗീത കൈകൾ ഒരു മറ പോലെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. ഒരു കൈ കൊണ്ട് അവളുടെ കൈകൾ രണ്ടും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് ഉയർത്തി വാതിലിനോട് ചേർത്തു. മറുകൈ അവളുടെ അരക്കെട്ടിൽ ചുറ്റി പിണഞ്ഞു. മുടിയിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളം അവളുടെ കവിളിലേക്ക് പതിച്ച ആ നിമിഷമാണ് അവൻ നാവ് കൊണ്ട് അത് ഉപ്പിയെടുത്തത്. അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. അവന്റെ ചുടുനിശ്വാസം അവളുടെ കവിളിൽ പതിച്ചു. അവന്റെ അധരങ്ങൾ ആ മുഖത്താകെ ഓടി നടന്നു. ഒടുവിൽ അതിന്റെ ഇണയെ കണ്ടെത്തിയതും അവൻ ശ്വാസമെടുത്തുകൊണ്ട് അവയെ സ്വന്തമാക്കി. നീണ്ടു നിൽക്കുന്ന ചുംബനം അതിനോടൊപ്പം നാവും തമ്മിൽ പൊരുത്തു. നീ വളരെ സുന്ദരിയായിരിക്കുന്നു. അവൾ മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവന്റെ മുഖം കഴുത്തിടുക്കിലേക്ക് സഞ്ചരിച്ചു. തെളിഞ്ഞു നിൽക്കുന്ന നീല നരമ്പുകൾ ഒന്നിൽ അവൻ ആഞ്ഞു കടിച്ചു. ഗോവിന്ദ്! അവൾ അവന്റെ മുടിയിലേക്ക് വിരലുകൾ കോർത്തുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. അവന്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമർന്നു. അവിടെ നിന്നും താഴേക്കും അതിനൊപ്പം തന്നെ വീണ്ടും ചുണ്ടുകളിലേക്ക് അലിഞ്ഞിറങ്ങിയ ചുംബനം. ഗീത കണ്ണുകൾ വലിച്ചു തുറന്നു. അവയിൽ നിന്നും അകന്നു മാറി. ആവേശത്തിന്റെ രസച്ചരട് മുറിഞ്ഞ നിമിഷം അവൻ അവളെ നോക്കി. രക്തയോട്ടം കൊണ്ട് മുഖമാകെ ചുവന്ന് തുടുത്തു കിടപ്പുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഗോവിന്ദ്? ഇല്ല. അവന്റെ മറുപടി പെട്ടെന്നായിരുന്നു. തന്റെ ശരീരത്തോട് ചേർന്നിരുന്ന അവനെ ഒറ്റ തള്ളിനകറ്റി മാറ്റുമ്പോൾ അവൻ വല്ലാതെ പിന്നിലേക്ക് ആഞ്ഞു. പിന്നെന്തിനായിരുന്നു എന്നോട് ഇങ്ങനെയൊക്കെ? ചോദിക്കുന്നിടയിൽ തന്നെ അവൾ തോർത്തെടുത്ത് തന്റെ ശരീരം മറച്ചിരുന്നു. അത് പിന്നെ ഒരു പെണ്ണ് ഇതുപോലൊക്കെ മുന്നിൽ വന്ന് നിന്ന ആരുടെയാണെങ്കിലും കൺട്രോള് പോകും. അതുപോലെയാണ് ഗോവിന്ദ് നിങ്ങൾക്ക് ഞാനും. അവളുടെ ശബ്ദമിതറി. നിനക്കെന്താ വ്യത്യാസം? അവന്റെ കണ്ണുകൾ കുറുകി. മറ്റേത് പെണ്ണിനെയും പോലെയല്ല ഗീത അവന്. വേറെ ഏത് പെണ്ണിനെ ആ ഒരു അവസ്ഥയിൽ കണ്ടാലും അവൻ പ്രത്യേകിച്ചൊന്നും തോന്നത്തുമില്ല. പക്ഷെ ഗീതയോട് അവളോട് മാത്രമുള്ളൊരു ദേഷ്യമുണ്ട്. അവളോട് മാത്രമുള്ളൊരു സ്നേഹമുണ്ട്. അവൾ അവന് സ്പെഷ്യലാണ്. ഇതൊന്നും അവൻ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് പറഞ്ഞെങ്കിൽ കൂടെയും അങ്ങനെയല്ല എന്നവൻ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. പറ ഗീത, നിനക്കെന്താ മറ്റു പെണ്ണുങ്ങളിൽ നിന്നും വ്യത്യാസം? അവളുടെ മിഴികൾ നിറഞ്ഞു. ആദരങ്ങൾ വിറപ്പൂണ്ടു. അവൻ അവളെ കൗതുകത്തോടെ നോക്കി. എത്ര ഭാവങ്ങൾ ഞൊടിയിടയിൽ ആ മുഖത്തിൽ മിന്നി മറയുന്നു. അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് അവനൊരു ഹരമായി മാറിയിരുന്നു. ദേഷ്യപ്പെടുമ്പോൾ അവളിൽ തെളിയുന്ന ആ മനോഹരമായ ഭാവങ്ങൾ അവൻ വേറെ ആരിലും കണ്ടിട്ടില്ല, പാർവണയിൽ പോലും. പക്ഷേ അവനതൊരിക്കലും അവളോട് പറയില്ല. കാരണം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളോട് അവന് പ്രണയമാണ്, അടങ്ങാനാവാത്ത പ്രണയം. പക്ഷേ അതവൻ സമ്മതിച്ചു തരില്ലെന്നും മാത്രം. അല്ലെങ്കിൽ പാർവണിയെ ഒരു വിരൽ തുമ്പ് കൊണ്ട് പോലും സ്പർശിക്കാത്ത ഗോവിന്ദ് ഗീതയെ തൊടേണ്ട കാര്യമില്ലല്ലോ. തലേന്ന് രാത്രിയിലും അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നെഞ്ചിലേക്ക് വലിച്ചിട്ടത്. ആ നിമിഷങ്ങളിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അവനോട് പറയുന്നതൊക്കെയും അവൻ വ്യക്തമായി കേട്ടതാണ്. ഒടുവിൽ ചുംബനം കൊണ്ടവൾ അവനെ മൂടുമ്പോൾ തനിക്ക് മേലുള്ള നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ തിരിഞ്ഞു കിടന്നതാണവൻ. ഗോവിന്ദ് ഗീതയെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം അറിയാതവൾ അവനെ ഗൗനിക്കാതെ വേഷത്തിൽ തന്നെ ബാഗിൽ നിന്നും തൻ്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അവൻ ബെഡിൽ മലർന്നു കിടന്നു. ശക്തിയായി മിടിക്കുന്ന തൻ്റെ ഹൃദയത്തിന് മുകളിലേക്ക് കൈവച്ചുകൊണ്ട് അമ്മയോടും ബാമയോടും യാത്ര പറഞ്ഞ് അവൾ കാറിനുള്ളിലേക്ക് കയറി. സിന്ധു കൈകൊണ്ട് അവളുടെ കണ്ണീരൊപ്പി. ഗോവിന്ദിനെ അവൾ നോക്കിയതേയില്ല. തിരിച്ചവനും അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ചിത്ര അവർക്കായി സിറ്റ് ഔട്ടിൽ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചെന്നതും ഗോവിന്ദ് കാലുകൾ തൊട്ട് അനുഗ്രഹം മേടിച്ചു. ഗീത വെറുതെ അത് നോക്കി നിന്നതേയുള്ളൂ. അവരൊന്ന് ചിരിച്ചു കാട്ടി ഗീത ഗോവിന്ദിന് പിന്നാലെ റൂമിലേക്ക് ചെല്ലുമ്പോൾ പിന്നിൽ അവർ തൻ്റെ പല്ലുകൾ ശക്തിയായി കടിച്ചു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അഹങ്കാരി! വന്നപാടെ ഗോവിന്ദ് ഡ്രസ്സ് മാറി ഓഫീസിലേക്കുള്ള ഷർട്ടും അതിനു മുകളിൽ ഒരു ബ്ലേസറും ധരിച്ചു. ഗീതയൊന്ന് നോക്കിയെങ്കിലും അവൾ വേറെ ഏത് ലോകത്താണെന്ന് അവന് തോന്നി. ഒന്നും പറയാതെ വാതിൽ വലിച്ചടിച്ചുകൊണ്ട് അവൻ ഇറങ്ങിയപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. കബോർഡ് തുറന്നു. ഇളം വെങ്ക നിറത്തിലുള്ള പൂക്കളുള്ള നല്ലൊരു സാരി തന്നെ അവൾ തിരഞ്ഞെടുത്തു. അതിന് മാച്ചിങ് ആയ ഓർണമെന്റ്സും ധരിച്ചുകൊണ്ട് അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. മിസസ് ഗോവിന്ദ് ബ്രഹ്മകൃഷ്ണമൂർത്തി, ഞാൻ വരികയാണ് ഗോവിന്ദ് നിങ്ങളുടെ അടുത്തേക്ക്. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന അത്ഭുതം എനിക്ക് കണ്ടറിയണം.
നിങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ എന്തായാലും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ആത്മവിശ്വാസത്തോടെ അവൾ തന്റെ ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ട് കിഷോറിനെ വിളിച്ചു. ചിത്രാംഗനയുടെ അനുഗ്രഹം വാങ്ങി അവൾ മെല്ലെ കാറിനുള്ളിലേക്ക് കയറി. കാർ അവളെയും കൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. ക്യാബിലിരുന്ന് ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു ഗോവിന്ദും. അപ്പോഴാണ് സെക്യൂരിറ്റി അവിടേക്ക് വന്നത്. മേ കമിൻ സർ? യെസ്, വന്നോളൂ. അവൻ അകത്തേക്ക് വരുമ്പോൾ അനുവാദം നൽകി. സർ, ചിത്രമാൻ പറഞ്ഞു മാഡത്തിന് കൂടെയുള്ള ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ചെയ്തോളൂ. അവൻ കരുതിയത് അഞ്ജലിയെ ക്യാബിനുള്ളിലിരുത്തുന്ന കാര്യമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് അനുവാദം നൽകിയതും. ഗീതയുടെ കാര്യം അവൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ജലി അവിടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് കിച്ചു. അഞ്ജു, ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഓഫീസാണ്, ഞാൻ നിന്റെ ബോസും. സോ മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ റെസ്പെക്ട് ചെയ്യണം, മനസ്സിലായോ? സോറി സാർ. അല്ല, ഇതെന്താ പുതിയൊരു ടേബിളും ചെയറൊക്കെ? അഞ്ജു അവരെ നേരെ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും രാഹുലും മറ്റു രണ്ടുപേരും ചേർന്ന് ഒരു സിസ്റ്റവും അതിന്റെ ബാക്കി ഭാഗങ്ങളും ടേബിൾ കൊണ്ടുവച്ചു സെറ്റ് ചെയ്തു. ഇതെന്താ കിച്ചു? അഞ്ജു വീണ്ടും ചോദിച്ചപ്പോ രൂക്ഷമായ നോട്ടമായിരുന്നു അവന്റെ മറുപടി. ശീലിച്ചു പോയി, അതുകൊണ്ടാ കൊഞ്ചിക്കൊണ്ട് പറയുന്നവളെ നോക്കി ഗോവിന്ദ് ചിരിച്ച് കാണിച്ചു. ഇത് നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതാ, അമ്മ പറഞ്ഞു നിന്റെയും ടേബിൾ ഇവിടെ ചെയ്യാൻ. ഓ മൈ സ്വീറ്റ് ആന്റി. അവൾ മനസ്സാല ചിത്രയ്ക്ക് നന്ദി പറഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങി. കൃത്യം 10 മണിയായപ്പോൾ ഗീത ഓഫീസിന് മുന്നിൽ വന്നെത്തി. ഈശ്വര, കാത്തോണേ, ആന്റി പറഞ്ഞിരിക്കുന്ന ഗോവിന്ദിന്റെ ക്യാബിനിൽ തന്നെ സീറ്റ് അറേഞ്ച് ചെയ്യാന്നാണ്. അവൾ വന്നപ്പോൾ റീന അവളുടെ നേരെ കൈ ഉയർത്തി. ഹായ് ഗീത. അവളും തിരിച്ച് വിഷ് ചെയ്തു. വീണ്ടും ജോയിൻ ചെയ്തല്ലേ? അതെ ചേച്ചി, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഗീത ക്യാബിൻ നേർക്ക് നടന്നു. അവിടെ അഞ്ജലി ഗീതയ്ക്കായി ഒരുക്കിയ ടേബിൾ ഇരിപ്പുണ്ടായിരുന്നു. അവൾ വാതിൽ നേരെ മുട്ടി. കമിൻ. ഗോവിന്ദിന്റെ സ്വരം കേട്ടതും അവൾ ക്യാബിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗോവിന്ദിന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അവൾ ഇനി മുതൽ ജോലിക്ക് വരില്ലെന്ന് അവൻ കരുതിയത്. അഞ്ജലി ചെയറിൽ നിന്നും എഴുന്നേറ്റു. ഗോവിന്ദിന് മുന്നിൽ ഒരിക്കലും അവളോട് ദേഷ്യം കാണിക്കരുതല്ലോ. ഗീത, നീ എന്താ ഇവിടെ? അവൾ ഗീതയെ അടിമുടി ഒന്ന് അളന്നു. ഒഴുക്കൻ ഷിഫോൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അതിലെ പിങ്ക് നിറം അവളുടെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്ന പോലെ അഞ്ജലിക്ക് തോന്നി. തന്നെക്കാളും സൗന്ദര്യം അവൾ കാണുന്ന തിരിച്ചറിവിൽ അവളെ കൊല്ലുവാനുള്ള പക അഞ്ജലിയിൽ വർദ്ധിച്ചു.